സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. സങ്കീർത്തനം 145 1 മുതൽ 5 വരെ. എൻ്റെ ദൈവമായ രാജാവേ, ഞാൻ അങ്ങയെ പുകഴ്ത്തും. ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. നാൾതോറും ഞാൻ അങ്ങയെ വാഴ്ത്തും. ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും സ്തുതിക്കും. യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു. അവിടുത്തെ മഹിമ അഗോചരമത്രേ. തലമുറ തലമുറയോട് അങ്ങയുടെ ക്രിയകളെ പുകഴ്ത്തി അങ്ങയുടെ വീര്യപ്രവൃത്തികളെ പ്രസ്താവിക്കും. അങ്ങയുടെ പ്രതാപത്തിൻ്റെ തേജസ്സുള്ള മഹത്വത്തെയും അങ്ങയുടെ അത്ഭുത കാര്യങ്ങളെയും ഞാൻ ധ്യാനിക്കും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 145 സങ്കീർത്തനം ദാവീദ് രാജാവിൻ്റെ ഒരു കീർത്തനമാണ്. അദ്ദേഹം ദൈവത്തെ പുകഴ്ത്തുകയാണ്, യഹോവയായ ദൈവത്തെ വാഴ്ത്തുകയാണ്, ആരാധിക്കുകയാണ്, ധ്യാനിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ധ്യാനത്തിൽ, ഈ കീർത്തനത്തിൽ അദ്ദേഹത്തിന് തൻ്റെ ഗതകാല ജീവിതത്തിലുണ്ടായ ദൈവപ്രവൃത്തികളെ ഓർത്തെടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവം വലിയവനെന്നും ദൈവം സ്തുത്യനെന്നും അവിടുത്തെ മഹിമ അഗോചരമെന്നും സാക്ഷിക്കുവാനുണ്ടായ അനുഭവങ്ങൾ അദ്ദേഹം ഓർക്കുകയാണ്. കൊടുംകാട്ടിൽ തൻ്റെ ആടുകളുമായി കഴിയുമ്പോൾ സിംഹം ആക്രമിക്കുവാൻ വന്ന നിമിഷങ്ങൾ, കരടി ആക്രമിക്കുവാൻ വന്ന നിമിഷങ്ങൾ, മല്ലനായ ഗോലിയാത്ത് അഥവാ ശത്രുവായ ഇസ്രായേലിൻ്റെയും ദാവീദിൻ്റെയും ശത്രുവായി ഇപ്പോൾ നിൽക്കുന്ന ഗോലിയാത്ത്, ഇവരെല്ലാം ദാവീദിനെ കൊല്ലുവാൻ പാഞ്ഞടുത്ത നിമിഷങ്ങൾ, അവിടെയൊക്കെ അദ്ദേഹം അനുഭവിച്ച ദൈവസാന്നിധ്യം, ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ, ഇതെല്ലാം ചേർത്ത് അദ്ദേഹം പറയുന്നു, ഞാൻ ദൈവത്തിൻ്റെ അത്ഭുത കാര്യങ്ങളൊക്കെ ധ്യാനിക്കുമെന്ന്. സങ്കീർത്തനം 145 5 തിരുവചനം. ദൈവത്തിൻ്റെ അത്ഭുത കാര്യങ്ങളെ ധ്യാനിക്കുവാൻ സമയം വേർതിരിക്കുന്ന ദാവീദ് രാജാവിനെയാണ് ഇവിടെ നാം കാണുന്നത്. ദൈവത്തെ വാഴ്ത്തുവാനും പുകഴ്ത്തുവാനും നമസ്കരിക്കുവാനും കീർത്തിക്കുവാനും ദൈവനാമം ഉയർത്തുവാനും ദാവീദിനെ പോലെ നമുക്കും സാധിക്കണം. എന്തുകൊണ്ടെന്നാൽ ദൈവമാണ് നമ്മുടെ പ്രാണനെ കാക്കുന്നത്. അവിടെ ദാവീദിനെ മറ്റാരും രക്ഷിക്കാനില്ലാതിരുന്ന സമയത്ത് സിംഹത്തിൻ്റെ വായിൽ നിന്നും കരടിയുടെ കരങ്ങളിൽ നിന്നും മലനായ ഗോലിയാത്തിൻ്റെ കരങ്ങളിൽ നിന്നൊക്കെ ദാവീദിനെ രക്ഷിച്ചത് ദാവീദിന് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ധ്യാനിക്കുവാൻ മുഖാന്തരമായെങ്കിൽ, ദാവീദിനെ ഒഴിച്ച് നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച വിധങ്ങൾ, ദൈവം നടത്തിയ വിധങ്ങൾ, ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങൾ, കീറാമുട്ടി പോലെയുള്ള പ്രശ്നങ്ങളുടെ മധ്യേ വഴിമുട്ടിയ എത്ര അവസരങ്ങൾ നമ്മുടെ മുന്നിൽ വന്നു. അവിടെയൊക്കെ ദൈവം നാം അറിയാതെ നമ്മുടെ പ്രശ്നങ്ങളെ നമ്മുടെ മുമ്പിൽ നിന്ന് നീക്കിത്തന്ന് നമ്മെ ഇതുവരെ, അതെ ഇന്നു വരെ, ഈ നിമിഷം വരെ വഴി നടത്തിയില്ലേ? അങ്ങനെയെങ്കിൽ ദാവീദിനെ പോലെ ദൈവത്തെ കീർത്തിക്കുവാൻ, ദൈവത്തെ വാഴ്ത്തുവാൻ, ദൈവത്തെ പുകഴ്ത്തുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവപ്രവൃത്തികളെ ധ്യാനിക്കുവാൻ ഞാനും നിങ്ങളും കടപ്പെട്ടവരാണ്. എന്നാൽ നമ്മൾ എത്ര പേർ ദാവീദിനെ പോലെ മരണകരമായ പല അപകടങ്ങളിൽ, അനർത്ഥങ്ങളിൽ, ശോധനകളിൽ, പരീക്ഷകളിൽ പെട്ടില്ല എന്നുള്ള അവസ്ഥയിൽ ആയി അവിടെ നിന്ന് വിടുതൽ പ്രാപിച്ചിട്ട്
ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ പുകഴ്ത്തുന്നു, ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു, ദൈവപ്രവൃത്തികളെ ധ്യാനിക്കുന്നു. ഇത് ചിന്തനീയമാണ്. ആമേൻ. വേളകളേ